ഹിമാചൽ സർക്കാർ തുലാസിൽ വിശ്വാസ വോട്ട് ആവശ്യപ്പെട്ട ബി.ജെ.പി. സംഘം ഗവർണറെ കണ്ടു. കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഹിമാചൽ പ്രദേശിലെ സർക്കാർ വീഴുവോ? ഡാമേജ് കൺട്രോൾ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് കോൺഗ്രസ്. DK ശിവകുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഈ ഡാമേജ് കൺട്രോളിന്റെ പൂർണ്ണമായിട്ടുള്ള നേതൃത്വം എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് DK ശിവകുമാറിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലേക്കും. അവർ ഏതാണ്ട് 10 മണിയോടുകൂടി MLA മാരുമായിട്ട് സംസാരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. MLA മാരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. വീഴുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യത്തിന് ഇപ്പോഴും ചില സാധ്യതകൾ നിലനിൽക്കുന്നു സർക്കാർ മുന്നോട്ട് പോകാനായിട്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് കോൺഗ്രസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള MLA മാരോട് 6 MLA മാരാണ് ഇന്നലെ കൂറുമാറി വോട്ട് ചെയ്തത്, അഥവാ ക്രോസ് വോട്ട് ചെയ്തത്. ആ 6 പേരോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവർ 1:30 ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകും എന്നുള്ളതാണ്. അഥവാ വിശദീകരണം നൽകിയില്ലെങ്കിൽ അവരെ അയോഗ്യരാക്കാനായിട്ടുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കും. അങ്ങനെയാണെങ്കിലും സർക്കാർ നിലനിർത്താം എന്നൊരു വിശ്വാസമാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു സന്ദേശം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. BJP അതുകൊണ്ടാണ് ഒരു പടി മുന്നിൽ, ഒരു മുഴം മുമ്പിൽ അവർ എറിഞ്ഞിരിക്കുന്നത്. ഗവർണറെ കണ്ടിരിക്കുന്നു, ഗവർണറോട് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ MLA മാരെ, ബഡ്ജറ്റ് സമ്മേളനം നടക്കുകയാണല്ലോ, ആ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ബഡ്ജറ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ MLA മാരെ ഇപ്പോൾ അയോഗ്യരാക്കാൻ അല്ലെങ്കിൽ വിലക്കാനായിട്ട്, സസ്പെൻഡ് ചെയ്യാനായിട്ട് ഒക്കെയുള്ള നടപടികൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് സ്പീക്കറിനെ നിയന്ത്രിക്കണം. അവിടെ നടക്കാൻ പോകുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇടപെടലായിരിക്കും സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് ഇപ്പോൾ BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ തന്ത്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ബലപരീക്ഷണം വന്നാൽ സുഖുവിനെ മാറ്റാമെന്ന് ഉറപ്പ് കൊടുക്കാതെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ MLA മാര് പിന്നോട്ട് പോകുമോ എന്ന് നമുക്ക് ഇപ്പോൾ സംശയമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് എത്തുന്ന DK ശിവകുമാർ, ഭൂപേന്ദർ സിംഗ് ഹൂഡയും അടക്കമുള്ളവർ നൽകുന്ന ഉറപ്പായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. MLA മാരിൽ 6 പേരാണ് ഇന്നലെ ക്രോസ് വോട്ട് ചെയ്തതെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൃപ്തി പങ്കുവെച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവർ കൂടി പുറത്തു വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കയ്യിലുള്ള ഉത്തരേന്ത്യയിലെ ഏക സംസ്ഥാനം കൂടി അവിടെ ഭരണം നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കോൺഗ്രസിന് വലിയ രീതിയിൽ അത് തിരിച്ചടിയാകുന്ന സാഹചര്യമാകും ഉണ്ടാവുക. ഇത് ഒഴിവാക്കുക കോൺഗ്രസിന് അഭിമാന പ്രശ്നം കൂടിയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ നിലനിർത്തുന്ന വിധത്തിൽ, അഥവാ കോൺഗ്രസ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് അതിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുമ്പോൾ അതിന് യുക്തമാകുന്ന വിധത്തിലേക്ക് അവരുടെ വാദങ്ങളെ കൊണ്ടെത്തിക്കാൻ കോൺഗ്രസിന് ഹിമാചൽ പ്രദേശിൽ സർക്കാരിനെ നിലനിർത്തിയേ മതിയാകൂ. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.